എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ നിർബന്ധിതമായ 10ാം ക്ലാസിന്റെ വൊക്കേഷണൽ വിഷയം 2022 ഒക്ടോബർ ബാച്ച് മുതൽ 5ലൊരു വിഷയമോ 6മതൊരു വിഷയമോ നിർബന്ധിത വൊക്കേഷണൽ വിഷയമായ ബേസിക് കമ്പ്യൂട്ടിംഗ് 608 കോഡ് നമ്പർ അതിന്റെ 7ാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഡിജിറ്റൽ സ്റ്റോറേജ് എന്ന് പറയുന്ന പേപ്പറാണ്. കഴിഞ്ഞുപോയ അധ്യായങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ആ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ ഗൈഡിൽ ഉള്ളതാണ്. പല വിദ്യാർത്ഥികൾക്കും ഞാൻ ഗൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തുപോയ ക്ലാസ്സുകളൊക്കെ ഡാറ്റ എൻട്രിയുടെ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിക് കമ്പ്യൂട്ടിംഗ് പഠിച്ചു പോകുന്നത്. കാരണം ഡാറ്റ എൻട്രിക്കും ബേസിക് കമ്പ്യൂട്ടിങ്ങിനും സിലബസ് ഏകദേശം ഒരേപോലെയാണ്. എന്നാൽ ഇതിൽ കുറച്ചും കൂടി അധികമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഭാഗങ്ങൾ ഗൈഡിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇപ്പോൾ എന്റെ വീഡിയോ കേൾക്കുന്ന വിദ്യാർത്ഥികൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കും പേനയും എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണ്ട. നിങ്ങൾക്ക് പഠിക്കേണ്ടതല്ലേ. പിന്നെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, അത് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ മലയാളം മീഡിയത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ എഴുതി വെക്കുക, അത് നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. ഈ ചാപ്റ്റേഴ്സ് തിയറി പരീക്ഷയ്ക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി തിയറി പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങളാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കേണ്ടതാണ്. നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പേരാണ് ഡിജിറ്റൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ സ്റ്റോറേജ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും, വാട്ട് ഈസ് ഡിജിറ്റൽ സ്റ്റോറേജ്? ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക്, മലയാളത്തിലാണെങ്കിൽ എന്താണ് ഡിജിറ്റൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്? ഡാറ്റകളും ഇൻഫർമേഷനുകളും ഒരു സ്റ്റോറേജ് ഡിവൈസസ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസസ്. എവിടെയാണ് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്? മെമ്മറിയിൽ. ഏത് മെമ്മറിയിൽ? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഡാറ്റകളും ഇൻഫർമേഷനുകളും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ മൊത്തമായി പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് സ്റ്റോറേജ് ഡിവൈസസ് വരുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റോറേജ് ഡിവൈസസ് ഡിജിറ്റൽ സ്റ്റോറേജിൽ 2 തരങ്ങളുണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഉണ്ട്, രണ്ടാമത് സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഡിജിറ്റൽ സ്റ്റോറേജിനെ 2 ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈമറി സ്റ്റോറേജ്, രണ്ടാമത്തെ സെക്കൻഡറി സ്റ്റോറേജ്. ഈ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ആണ്. താൽക്കാലികമായിട്ട് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ടെമ്പററി ആണ്. താൽക്കാലികമായിട്ട് ഡാറ്റകളും ഇൻഫർമേഷനുകളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഡാറ്റകളും ഇൻഫർമേഷനുകളും പെർമനന്റ് ആയി സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? സെക്കൻഡറി സ്റ്റോറേജിൽ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ സ്റ്റോറേജ്? ഈ ഡിജിറ്റൽ സ്റ്റോറേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമതാണ് ഇന്റേണൽ മെമ്മറി ഉപയോഗിക്കുന്നുണ്ട്. ഇന്റേണൽ മെമ്മറിയിൽ വരുന്ന പ്രോസസർ വരുന്നുണ്ട്, പ്രോസസർ രജിസ്റ്റർ വരുന്നുണ്ട്, ക്യാച്ച് വരുന്നുണ്ട്. അതാണ് ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മെയിൻ മെമ്മറി, കമ്പ്യൂട്ടറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്മറിയാണ് മെയിൻ മെമ്മറി. റാം ഒക്കെ അതിൽ വരും, റാൻഡം ആക്സസ് ഇതൊക്കെ അതിൽ വരും. പിന്നെ ഓൺലൈൻ മാസ് സ്റ്റോറേജ് വരുന്നുണ്ട്. അടുത്ത പ്രത്യേകതയാണ് ഓൺലൈൻ മാസ് സ്റ്റോറേജ്. ഓൺലൈൻ മാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഓൺലൈൻ മാസ് സ്റ്റോറേജിൽ വരുന്നത്. പിന്നെ ഓഫ്ലൈൻ ബൾക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞത് ടെറിഷറി ആയിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഓഫ്ലൈൻ ബൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 തരം പ്രത്യേകതകളാണ് ഡിജിറ്റൽ സ്റ്റോറേജിന്. അത് ഇംഗ്ലീഷിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് ഇന്റേണൽ മെമ്മറി,
രണ്ട് മെയിൻ മെമ്മറി, മൂന്നാമത് ഓൺലൈൻ മാസ് സ്റ്റോറേജ്, നാലാമത് ഓഫ്ലൈൻ ബൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി ഓരോ മെമ്മറികളെ കുറിച്ചിട്ടും ഇവിടെ വിവരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം, കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരം മെമ്മറികളെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. ഈ രജിസ്റ്റർ മെമ്മറിയുടെ കപ്പാസിറ്റി വളരെ കുറവാണ്, ആക്സസും വളരെ കുറവ്, ആക്സസ് ചെയ്യാനുള്ള കഴിവും കുറവാണ്. പക്ഷെ ഇതിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. പിന്നെ പറയുന്നത് പ്രോസസർ ക്യാച്ച് മെമ്മറി പറയും. അതിന്റെ കപ്പാസിറ്റിയും അതിന്റെ ആക്സസും കുറവാണ്. പ്രോസസർ ക്യാച്ച് മെമ്മറിയുടെ കപ്പാസിറ്റിയും ആക്സസും കുറവാണ്. പിന്നെ ഇതിന് ഒരുപാട് എക്സ്പെൻസസ് കൂടുതൽ, ചെലവ് വളരെ കൂടിയ മെമ്മറിയാണ് പ്രോസസർ ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ റാം എന്ന് പറയുന്ന മെമ്മറി, സെക്കൻഡറി മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഇതൊരു മീഡിയം ആക്സസും കപ്പാസിറ്റിയാണ്, ഒരു ഹൈ ലെവലും ഇല്ല ലോ ലെവലും ഇല്ല, അല്ലാത്തൊരു മീഡിയം ലെവലിൽ പ്രവർത്തിക്കുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ്. ഇത് കോസ്റ്റ് അഫോർഡബിൾ ആണ്. പിന്നെ നമ്മൾ USB ഫ്ലാഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. USB-ക്കുള്ള പ്രത്യേകത എന്താണ്? കപ്പാസിറ്റി കുറവാണ്, അതിന്റെ ചെലവ് കുറവാണ്, പക്ഷെ ഒരുപാട് ആക്സസ് അതിൽ കിട്ടുന്നുണ്ട്, വളരെ ചീപ്പായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ഹാർഡ് ഡ്രൈവ് ഉണ്ട്. ഹാർഡ് ഡ്രൈവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് കപ്പാസിറ്റി ആണ്, ലാർജ് ആക്സസ് ആണ്, വളരെയധികം ആക്സസ് കൂടുതലാണ്, കോസ്റ്റ് കുറവാണ്, വളരെ ചീപ്പായിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് മാഗ്നറ്റിക് ടൈപ്സ് ആയിട്ടുള്ള മെമ്മറി വരുന്നുണ്ട്. അതിന് വളരെ കപ്പാസിറ്റി കൂടുതലാണ്, അതിന്റെ ആക്സസും കൂടുതലാണ്, അതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഇത്രയാണ് നമ്മുടെ മെമ്മറികളെ കുറിച്ച് പറയാം. ഒന്നുകൂടി ഞാൻ പറയാം. രജിസ്റ്റർ മെമ്മറി ഉണ്ട്, രണ്ടാമത് പ്രോസസർ ക്യാച്ച് മെമ്മറി ഉണ്ട്, മൂന്ന് റാം മെമ്മറി ഉണ്ട്, നാലാമത് USB അല്ലെങ്കിൽ ഫ്ലാഷ് ഉണ്ട്, അഞ്ചാമത് ഹാർഡ് ഡ്രൈവ് ഉണ്ട്, ആറാമത്തെ മാഗ്നറ്റിക് ടൈപ്പും വരുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് ഡിവൈസസ് ആണ്. അതിലൊന്നാണ് പഞ്ചിങ് മെഷീൻ. പഞ്ചിങ് മെഷീൻ നമ്മൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ വളരെ രീതിയിലും, അത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അറ്റൻഡൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഞ്ചിങ് മെഷീൻ കമ്പനികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ CD നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ അൾട്രാ ഫയർ ഒക്കെ, ഇതൊക്കെയാണ് ഡിജിറ്റൽ സ്റ്റോറേജിൽ വരുന്നത്. ഇനി ഈ ഡിജിറ്റൽ സ്റ്റോറേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? ഈ പറഞ്ഞ CD ഐറ്റംസ് പറഞ്ഞ പഞ്ചിങ് മെഷീൻ പറഞ്ഞ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ യൂസബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി, നമുക്ക് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്, റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, യൂസർ നെയിമും പാസ്വേഡൊക്കെ വെച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, കോസ്റ്റ് സേവ്, ചെലവ് നമുക്ക് ലാഭിക്കാം, ഈസി ഷെയർ, പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡാറ്റ ബാക്കപ്പ്, ഡാറ്റകൾ തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, കൊളാബറേഷൻ, ഒരുപാട് ആളുകൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞ ഫീച്ചർ യൂസബിലിറ്റി ആൻഡ് ആക്സബിലിറ്റി ഉണ്ട്. യൂസ് വളരെ നല്ല രീതിയിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്, കോസ്റ്റ് സേവിംഗ് വരുന്നുണ്ട്, ഈസി ഷെയറിംഗ് വരുന്നുണ്ട്, ഡാറ്റ ബാക്കപ്പ് നടത്താൻ പറ്റുന്നുണ്ട്, കൊളാബറേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ചെറിയ ചാപ്റ്ററാണ്, തിയറി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇതിന്റെ നോട്ടുകൾ ഞാൻ പറഞ്ഞത് എഴുതിയെടുക്കാം. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ നിങ്ങൾ സ്കൂളുകൾ പഠിച്ച പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മലയാളത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോട്ട് ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മലയാളത്തിലേക്ക് നോട്ട് ഉണ്ടാക്കി ക്ലാസ് കേട്ട് പഠിക്കാവുന്നതാണ്. നേഴ്സിന്റെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് കേരളത്തിന്റെ 14 ജില്ലകളിലും നമ്മൾ SSLC മുതൽ PG വരെയുള്ള അഡ്മിഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ വർക്കുകൾ, ക്ലാസ്സുകൾ, ഗൈഡുകൾ, പ്രാക്ടിക്കൽ ഫയൽ റെക്കോർഡുകൾ, അസൈൻമെന്റ് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.